കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കൂടുതൽ സിപിഎം നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എം.ബി. രാജു, കരുവന്നൂർ മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പീതാംബരൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെയും ഇന്ന് ഇ.ഡി. ചോദ്യം ചെയ്യും. കരുവന്നൂരിലെ സിപിഎമ്മിന്റെ അക്കൌണ്ടുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് ഷംന അശോക് നൽകും. ഷംന, ഇന്ന് എം വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എം വർഗീസ് എത്തിച്ചേരും എന്നാണോ അറിയിച്ചിട്ടുള്ളത്? അതുപോലെ മറ്റേതൊക്കെ നേതാക്കളിലേക്കാണ് ഇ.ഡി. നീങ്ങുന്നത്? ദിവ്യ, മൂന്നാം തവണയാണ് എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതി എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. ഇത് മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ഇ.ഡിക്ക് മുൻപിൽ ഹാജരാകാൻ പോകുന്നത്. ഇതുവരെ ഹാജരാകില്ല എന്നുള്ള കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ എം വർഗീസ് അറിയിച്ചിട്ടില്ല. ഈ സിപിഎം ബാങ്കുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനുണ്ടായിരുന്ന അക്കൌണ്ടുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാനാണ് എം വർഗീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ അക്കൌണ്ട് വിവരങ്ങൾ ഹാജരാക്കിയില്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ സിപിഎമ്മിന്റെ കൂടുതൽ പ്രാദേശിക നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം, സിപിഎമ്മിന് മാത്രം കരുവന്നൂർ ബാങ്കിൽ 5 അക്കൌണ്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതുവഴി 50 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഏകദേശം 72 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ തുക എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും വക ഈ കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി ഇടപാട് വഴി വായ്പ ലഭിച്ച ആളുകൾ ഏതെങ്കിലും വക അവർക്ക് നൽകിയിട്ടുള്ള പണമാണോ ഇത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ബാങ്കിൽ സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഉണ്ടായിരുന്ന അക്കൌണ്ടുകളുടെ വിവരങ്ങളും ഒപ്പം തന്നെ ആർക്കൊക്കെയാണ് ഈ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത് എന്നുള്ളതും കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും കള്ളപ്പണ ഇടപാട് വഴി ലഭിച്ച, അല്ലെങ്കിൽ ബിനാമി ഇടപാട് വഴി ലഭിച്ച തുകയുടെ ഭാഗമായിട്ടാണോ ഈ പണം ഈ അക്കൌണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള പ്രാദേശിക നേതാക്കളിൽ ഒരാൾ എം.ബി. രാജുവാണ്. അദ്ദേഹം സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും നേരത്തെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവി വഹിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹവും ഈ കേസിൽ നിലവിൽ പ്രതിയായ അരവിന്ദാക്ഷനുമാണ് ഈ കരുവന്നൂർ ബാങ്കിലെ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതുകൊണ്ട് ഈ എം.ബി. രാജുവിനെ ചോദ്യം ചെയ്യുന്നത് വഴി ഈ അക്കൌണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്. ഏതായാലും എം വർഗീസ് ഇ.ഡിക്ക് മുൻപിൽ ഹാജരാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തോട് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിക്ക് ഈ കരുവന്നൂർ ബാങ്കിൽ ഉള്ള അക്കൌണ്ടുകളുടെ വിശദാംശങ്ങളും ഒപ്പം തന്നെ ആർക്കൊക്കെയാണ് ഈ ട്രാൻസാക്ഷൻസ് നടത്തിയത്, എങ്ങനെയാണ് ഈ പണം വന്നിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളുമാണ്. ആ വിശദാംശങ്ങൾ ഇന്ന് ഹാജരാക്കിയില്ലെങ്കിൽ അത് പിടിച്ചെടുക്കുമെന്നുള്ള നിലപാടിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ കടന്നിട്ടുള്ളത്. ദിവ്യ, കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് കേസിലാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. ഇന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ചോദ്യം ചെയ്യും. ഏറ്റവും പ്രധാനമായും ഇ.ഡി. പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ സിപിഎം ലോക്കൽ കമ്മിറ്റിക്ക് 5 അക്കൌണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ 5 അക്കൌണ്ടുകളിലുമായി 72 ലക്ഷത്തിലധികം രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് ഇ.ഡി. കണ്ടെത്തിയത്. അപ്പോൾ അതിന്റെ സോഴ്സ് എന്താണ്, രേഖകൾ എന്താണ്, അത് എങ്ങനെയാ പണം ഇത്രത്തോളം വലിയ തുക വന്നു എന്നതിലൊക്കെയാണ് ഇ.ഡി. വ്യക്തത തേടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷംന അശോക് നൽകിയത്.